ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളരിക്ക മോരുകറിയാണ്. അപ്പോൾ ആദ്യം ഞാൻ തൈര് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകും, അത് വേണ്ട. നമുക്കൊരു ഫോർക്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ. തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്ത ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരണ മാതിരി തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നേരത്തെ തന്നെ ചിരകി വെച്ചതാണ്. അതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മതിയാവും, കാരണം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കറി. ഒരു പച്ചമുളക്, ഒരു 2 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം 1/4 ടീസ്പൂൺ വരണ മാതിരി, ടേബിൾ സ്പൂൺ അല്ല 1/4 ടീസ്പൂൺ വരണ മാതിരി ഇഞ്ചി ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളരിക്ക മോര് കറിയല്ലേ, അപ്പോൾ വെള്ളരിക്ക വേണം. ഞാനവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വരണ മാതിരി വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാനൊരു പാനിലോട്ട്, കറി ഉണ്ടാക്കുന്ന ഒരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചട്ടിയാണെങ്കിൽ ചട്ടിയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരിക. ഞാനപ്പോൾ ഒരു സെറാമിക്കിൻ്റെ സോസ് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, വേവാൻ ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് നമുക്ക് ഇതാദ്യം വെള്ളരിക്ക വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് വെന്തിട്ടും ഒരു 3-4 മിനിറ്റ്, കാരണം ചെറിയ പീസസ് ആയിട്ടാണ് ഒന്നാമത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം, ഇതിലും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ്, തേങ്ങയുടെ പേസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ 3-4 മിനിറ്റ് വേവാൻ വേണ്ടി വരുള്ളൂ. അപ്പം തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച തൈരും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ആ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച തൈരും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പോളം വരും കേട്ടോ തൈര്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. തിളയ്ക്കാതെ കൈയെടുക്കാതെ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ്, കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്. തീ ഇപ്പോൾ വളരെ കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഞാൻ ഇപ്പോൾ തീ ഹൈ സ്പീഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക, സെർവ് ചെയ്യുക. ഇപ്പോൾ ആദ്യം മഞ്ഞപ്പൊടിയുടെ അത്ര കളർ വരില്ല, നല്ലോണം ചൂടായി തുടങ്ങിയാലേ കളർ നന്നായി വരുള്ളൂ. എനിക്ക് ഇളക്കാൻ സൗകര്യത്തിന് ഞാനൊരു കയ്യിൽ മാറ്റിയിട്ട് ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യണം. ഹൈ സ്പീഡിലിട്ടിട്ടാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റായി. ഞാൻ അതിലോട്ട് ഒരു 3-4 ഇല കറിവേപ്പില 2ആക്കി കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ തീ വീണ്ടും കുറച്ചു. അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. കറി തിളച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിരിഞ്ഞു പോകും. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ വെള്ളം പോലെ തൈര് വേറെ വെള്ളം വേറെ കിടക്കും, അത് വേണ്ട. തീ ഓഫ് ചെയ്തു, മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. പെട്ടെന്ന് റെഡിയല്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കൊട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് തട്ക പാൻ വെച്ചിട്ടുണ്ട്, വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇല്ല ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല. അതിലോട്ട് 1 ടീസ്പൂൺ വരണ മാതിരി എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ വരണ മാതിരി.
കടുകൊന്ന് നന്നായി പൊട്ടിക്കഴിയട്ടെ. പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കൊരു 1-2 വറ്റൽമുളക് പൊട്ടിച്ചത് 2-3 ആക്കിയിട്ട് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ ഈ തട്ക പാൻ സ്റ്റീലിൻ്റെ ആണ്, കൊണ്ട് പെട്ടെന്ന് ചൂടാവും, നല്ലോണം പുക വരും. സംഭവമൊന്നുമില്ല, അത്രയൊന്നും കാര്യമൊന്നുമില്ല, പുകഞ്ഞിട്ടൊന്നുമല്ല. പാൻ നല്ലോണം ചൂടാവുന്നുണ്ട്, അത്ര ഫ്ലെയിംസ് വരണ മാതിരി തോന്നുകയാണ്, പുക വരണ മാതിരി തോന്നുകയാണ്, ഫ്യൂംസ് വരണ മാതിരി തോന്നുകയാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോരുകറി റെഡിയായി, വെള്ളരിക്ക മോരുകറി റെഡിയായി. ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സെർവ് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഡിഫറെൻറ്റ് തന്നെയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നലെ ഇട്ട കേക്കും ഇന്നത്തെ മോരുകറിയും, നാളെ ഞാൻ ഇതിൻ്റെ എല്ലാം ചേർത്തിട്ട് ഒരു മീൽ കോംബോ ആയിട്ട് വരാം. വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.